10 മണിക്ക് ഹാജരാകാനാണ് നോട്ടീസ് നൽകിയതെങ്കിലും 7:45 ഷൈൻ ടോം ചാക്കോ ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിലെത്തി. മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മൗനമായിരുന്നു മറുപടി. 8 മണിയോടെ അഭിഭാഷകനൊപ്പം ശ്രീനാഥ് ഭാസിയും എത്തി. തൊട്ടു പിന്നാലെ സൗമ്യയും. അത് അവളെ കുറിച്ച് അറിയാം, ഫ്രണ്ടാണ്. അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വിളിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. തസ്ലീമയുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകളുടെയും സാമ്പത്തിക ഇടപാടുകളുടെയും രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഇത് നിരോധിത ലഹരി വസ്തുക്കൾക്ക് വേണ്ടിയാണോ എന്നാണ് പ്രധാനമായും ചോദിച്ചറിയുന്നത്. നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്തെല്ലാമാണ് അതിനകത്ത് ക്ലാരിറ്റി വരുത്തേണ്ടത്, അത്തരം കാര്യങ്ങളിലേക്ക് ഇവർക്കെതിരെ കൂടുതൽ തെളിവുകൾ പറയാൻ കഴിയില്ല, സമയം കാണും എന്നുള്ളത് പറയാൻ കഴിയും. ബംഗളൂരുവിൽ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സയിലാണെന്നും അവിടെ നിന്നാണ് എത്തിയതെന്നും ഷൈൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ഈ മാസം 1-ാം തീയതി രാത്രിയാണ് ആലപ്പുഴ ഓമനപ്പുഴയിൽ നിന്ന് 2 കിലോയിലധികം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത്. തസ്ലിമ സുൽത്താൻ, ഭർത്താവ് സുൽത്താൻ അക്ബർ അലി, ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവരാണ് നിലവിൽ കേസിലെ പ്രതികൾ. 3 പേരും റിമാൻഡിലാണ്. സിനിമാ മേഖലയിലുള്ള മറ്റു 2 പേർക്ക് നാളെ ഹാജരാകാൻ എക്സൈസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.